ITV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ചുന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായുള്ള കുട്ടികളും അധ്യാപകരുമായിട്ടാണ്. അധ്യാപകരുമായിട്ട് നമ്മൾ ഇന്ന് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഇഞ്ചോടിഞ്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ആകെ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ഒരു 5 ക്വസ്റ്റ്യന് മിനിമം ആൻസർ പറയേണ്ടതെങ്കിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന കുട്ടിയെ അല്ലെങ്കിൽ അധ്യാപകനെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. എല്ലാവരും ആണോ? റെഡിയാണെന്ന് ഉറക്കി പറയോ? നമുക്കിന്ന് മത്സരത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുട്ടികൾ മാത്രമല്ല അധ്യാപകർ നല്ല ആക്റ്റീവാണ്. അപ്പൊ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ബേസ് ലെവലിൽ നിന്ന് ചിന്തിച്ച് അങ്ങ് ആൻസർ പറഞ്ഞാൽ മതി. എന്ത് ആൻസറും പറയാം, ആർക്കും എന്തും പറയാം. ശരിയുള്ള ആൻസറും ഞാൻ സെലക്ട് ചെയ്ത് പോയിന്റ് ഇടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം എന്താണ്? കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം പറഞ്ഞു. കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം ഏതാണ്? ക്യാൻസർ അല്ല. കുസൃതി ചോദ്യമല്ലേ? ഒരു മന്ത്. ടീച്ചറിന്റെ പേര് ഷെർലി ടീച്ചർ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. മന്താണ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പകൽ ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും. ഓരോ പ്രാവശ്യം കരയും തോറും ഞാൻ ചെറുതാകും. ആരാണ് ഞാൻ? മെഴുകുതിരി. പേര് ജുവലാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. മെഴുകുതിരിയാണ് ആൻസർ. നല്ലൊരു ക്ലാപ്പ്. അമ്പട കേമാ സണ്ണിക്കുട്ട. അപ്പോൾ ഷെർലി ടീച്ചറും ജുവലും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ഒരു ക്ലൂ തരാം. ക്ലൂ തന്നാൽ എല്ലാവരും പറയും. ആദ്യം പറയുന്നവരെ എടുക്കാം. അവിടെയൊക്കെ ഭയങ്കര അത്ഭുതത്തോടുകൂടി ഇരിക്കുകയാണ് കുട്ടികൾ ആൻസർ പറയാൻ. നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ ഇതിൽ നോക്കിയാണ് അർത്ഥം കണ്ടുപിടിക്കുന്നത്. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്ത്. അപ്പൊ ഷെർലി ടീച്ചർ അപ്പോ ഷെർലി ടീച്ചർ 2 ക്വസ്റ്റിന്റെ ആൻസറും ജുവൽ ഒരു ക്വസ്റ്റിന്റെ ആൻസറും പറഞ്ഞാണ് ഇവിടെ ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കിനി 10 ക്വസ്റ്റ്യൻ ഉണ്ട്. സമ്മാനം നൽകാറായില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ. പരിശുദ്ധമായ നാവുള്ള കേരളത്തിലെ ഒരു സ്ഥലം. പരിശുദ്ധമായ നാവുള്ള കേരളത്തിലെ ഒരു സ്ഥലം, ഒരു പ്ലേസ് ആണത്. നാവുള്ള കേരളത്തിലെ ഒരു സ്ഥലം. കുസൃതി ചോദ്യമല്ലേ? ഇപ്പം നാവ് എന്നുള്ളത് അതിനകത്ത് കാണും. അല്ല, കുട്ടികളാരും ഉത്തരം പറയുന്നില്ല. അല്ല, ഈ നാവെന്ന 2 അക്ഷരം ആ സ്ഥലത്തിൽ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ
ആൻസർ പറയട്ടെ? അതുമല്ല. പക്ഷെ നമുക്ക് ഇതിലെ ആൻസർ അതല്ല. അത് ടൈം ഔട്ടായി. ആൻസർ തിരുനാവായ. ചോദിക്കാം. അതിനു മുന്നേ ഇവിടെ ആരൊക്കെ പാട്ട് പാടും? പാട്ട് നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരു കുട്ടി 2.5 കോടി ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം കൂടെ വന്നു. അണ്ടറിവിപ്പ് അണ്ടത്തരവാലെ ചിന്നാറിവിപ്പം എന്നെ സിറുവാലെ നീൻ തുമ്മിരടി ആയുസ് നൂറാളെ എണ്ണുയിരുന്നോ കൊത്തിവച്ചാലയാം പാർവ ഉന്നോട് ഓം പൊന്നൈ കണ്ണോട് பேசாமல் விண்ணோடு நாம் இழந்து போவோ காதோரம் அடியாரோணம் நாம் தாங்க மரோடு வாரியது தேனே வா ഓ നീ വാ. മോളുടെ പേര് ദിയ. അപ്പൊ ദിയക്കുട്ടിയുടെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡിയാണോ എല്ലാവരും? ഇതുവരെ ആക്ടിവേഷൻ പോയിട്ടില്ല. എല്ലാവരും നല്ല എനർജിയോട് കൂടിയാണ് നിൽക്കുന്നത്. അത് 5ാമത്തെ ക്വസ്റ്റ്യനെ. ഇത് എല്ലാവരും പറയുന്ന ക്വസ്റ്റ്യനാണ്. തല തിരിഞ്ഞ പെൺകുട്ടി ആരാണ്? തല തിരിഞ്ഞ പെൺകുട്ടി ആരാണ്? ഷെർലി ടീച്ചർ. തല തിരിഞ്ഞ പെൺകുട്ടി ആരാണ്? ഇത് കുസൃതി ചോദ്യമാണ്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ തരാൻ പറ്റത്തില്ല, പെട്ടെന്ന് പറയും. ഡിക്ഷണറി പോലെ ആയി പോകും ഈ ക്വസ്റ്റ്യൻ. പെൺകുട്ടിയുടെ പേരാണ് ഇതൊരു 2 അക്ഷരമേ ഉള്ളൂ. നമ്മുടെ ഷെർലി ടീച്ചർ 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷെർലി ടീച്ചർ അമ്മുക്കുട്ടി. Say in English. English പറയൂ. I'm a coach. ഇതുപോലെയുള്ള ഒരു അധ്യാപികയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. കുട്ടികൾ നല്ല ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. ആരും ആൻസർ ഒന്നും പറയുന്നില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യന് പോവാം. ഓക്കെ. പെണ്ണുങ്ങൾ, നമ്മളുടെ പെണ്ണുങ്ങളാണല്ലോ കൂടുതൽ. പെണ്ണുങ്ങൾ അടുക്കളയിൽ ആദ്യം വയ്ക്കുന്നത് എന്ത്? പേര് റിച്ചാർഡ്സൺ. ഓ എന്റെ പൊന്നോ, എന്തൊരു ആൻസർ. റിച്ചാർഡ് അല്ലേ? റിച്ചാർഡ് സച്ച്. ആരെങ്കിലും ഒരാൾ പറയും. റിച്ചാർഡ്സൺ. നമ്മുടെ റിച്ചാർഡ്സൺ മോനാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അമ്പട കേമാ സണ്ണിക്കുട്ട. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ പാട്ട് പാടുന്ന താല്പര്യമുള്ള ആരെങ്കിലും? മോള് പാട്ട് പാടണം നേരത്തെ പറഞ്ഞായിരുന്നു. പേരെന്താ? സ്റ്റെഫാനി. അടുത്തതായി നമ്മുടെ സ്റ്റെഫാനി മോളുടെ നല്ലൊരു പാട്ട് കേൾക്കാം. രാവെല്ലാലോങ്കാവുത് രാപ്പിരിക്ക് രാവേ രാവേ രാ നീ കാത്താളെ തീയാകുത് തീപ്പിടിക്ക് രാവേ രാവേ അച്ചിത്താ മുളച്ച ഇച്ചത്താ മുളച്ച വിശക്കുവമ്മ അച്ഛമ്മേനെ വയ്യ അച്ഛമ്മേനെ ദയ ഇച്ചമ്മേനെ ദയ വിശക്കില്ലയ വാ നീ കാവാലയ നീ കാവാലയ വാ നീ കാവാലയ നീ കാവാലയ അപ്പോൾ മോൾക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. എല്ലാവരും റെഡി ആണല്ലോ? ശ്രദ്ധിച്ചു കേട്ടോളൂ. മധുരമുള്ള കര ഏതാണ്? മധുരമുള്ള കര. മധുരമുള്ള കര. ഇത് മധുരമുള്ള ഒരു സാധനമാണ്. പറഞ്ഞോ.
ടീച്ചറിന്റെ പേര് നീതു. ആര് പറഞ്ഞായിരുന്നാ? കേട്ടില്ല ഏട്ടാ. പേര് ജുവാന. നമ്മുടെ ജുവാന കുട്ടിയാണ് ആൻസർ പറഞ്ഞത്. ശർക്കരയാണ് ആൻസർ. ജുവാന. ഒന്നുകൂടി ശർക്കര പറയണേ. ശർക്കര. അപ്പോൾ നമ്മുടെ ജുവാന കുട്ടിയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ജുവാന കുട്ടിക്ക് നല്ലൊരു ക്ലാപ്പ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെങ്കിലും ഡാൻസ് കളിക്കോ ഇവിടെ? നമ്മൾ അടിപൊളി ഒരു ഡാൻസ് ആണ് കണ്ടത്. ഇതുവരെ BMTVയുടെ ചരിത്രത്തിൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള നല്ല ആക്റ്റീവായ കുട്ടികളെ അധ്യാപകരെ കിട്ടുന്നത് എന്ന്. കള്ളത്തരം പറയുന്നല്ല, സത്യമായിട്ടും ഇത്രയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ അധ്യാപകരെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്ന കെട്ടിടം ഏത്? ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്ന കെട്ടിടം ഏത്? കഥകൾ പറയുന്ന കെട്ടിടം. ഒരു ക്ലൂ തരാം. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ട് ഇത്. പറഞ്ഞോ. ആര് ഫസ്റ്റ് പറഞ്ഞെന്ന് അറിയാമോ? ആൽവിൻ. അപ്പോൾ ആൽവിൻ മോനാണ് ആൻസർ പറഞ്ഞത്. ലൈബ്രറിയാണ് ആൻസർ. ടീച്ചേഴ്സ് ആരും പാട്ട് പാടില്ലേ? ആരാ? ശ്രീജ മിസ്. സിബിൽ മിസ് കം. അതെ, എവിടെ നിന്ന് വേണേലും നമ്മുടെ സിബിൽ മിസ്സിന്റെ നല്ലൊരു പാട്ട് കേട്ടാലോ? മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മോഹങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. എങ്കിലും വളരെ നന്ദി. അത് കിട്ടിയായിരുന്നാ? അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ടീച്ചേഴ്സ് ആരെങ്കിലും ഡാൻസ് കളിക്കോ? എല്ലാ ടീച്ചേഴ്സും കൂടെ ഒരുമിച്ച് കളിക്കേ. ഓക്കെ. അപ്പൊ നമുക്കിന്ന് പൊളിക്കാം.
കളിച്ചോ? ടീച്ചർ വരുന്നില്ലേ? ഓക്കെ, ഷെർലി ടീച്ചർ പറയുകയാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോവാം. ഓക്കെ, ടീച്ചർ പറഞ്ഞു. ഷെർലി ടീച്ചറിന്റെ നിർബന്ധപ്രകാരം ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. എലി പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം ഏതാണ്? എലി പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം ഏതാണ്? നോ, ഇത് കുസൃതി ചോദ്യമാണ്. ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ ഐടിയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഷെർലി ടീച്ചർ മാത്രമല്ലേ പറഞ്ഞു. രജനി ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആൻസർ മൗസ് ആണ്. ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാമേ. കെട്ടിത്തൂക്കാൻ പറ്റുന്ന ആന ഏതാണ്? കെട്ടിത്തൂക്കാൻ പറ്റുന്ന ആന. നോ, കുസൃതി ചോദ്യമാണ്. കെട്ടിത്തൂക്കാൻ പറ്റുന്ന ആന. കെട്ടിത്തൂക്കാൻ പറ്റുന്ന ആന പറയൂ. ഒരു ക്ലൂ തരാം. കഴിക്കുന്ന സാധനമാ. കഴിക്കുന്ന സാധനം. പറഞ്ഞോ. അല്ല, കെട്ടിത്തൂക്കാൻ പറ്റുന്ന ആനയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബനാന. മോന്റെ പേര് ആൽഫിൻ. ആൽഫിൻ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞല്ലേ? നേരത്തെ പറഞ്ഞില്ലായിരുന്ന? മോനാണ് പറഞ്ഞതല്ലേ? അപ്പോൾ ആൽഫിനാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ബനാനയാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇനി എല്ലാ പേർക്കും കൂടെ ഒരു പാട്ട് പാടിയാലോ? അത് തന്നെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇനി എല്ലാവർക്കും കൂടെ ഒരു പാട്ടിന് ശേഷം 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പാട്ട് പാടും. എന്തായാലും സമ്മതിച്ചു തന്നേക്കണം. ഇതേപോലത്തെ ഒരു പ്രിൻസിപ്പാളും കുറെ അധ്യാപകരും കുട്ടികളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ പറഞ്ഞാൽ കിട്ടിയില്ല. ഓക്കെ,
നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയണം, ഇനി ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ ഭഗവാന്. അത് മനസ്സറിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചോദിക്കാം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർക്കും ഇഷ്ടമല്ലാത്ത ക്ഷണം ഏതാണ്? ആർക്കും അത് ഇഷ്ടമുള്ളതല്ലേ? ആർക്കും ഇഷ്ടമല്ലാത്ത ക്ഷണം. ഷെർലി ടീച്ചർ കിട്ടുന്നില്ല. ഇവിടെ ആരോ പറഞ്ഞില്ലേ? അല്ല, ഒരു ക്ലൂ വരാം. ക്ഷണമല്ല ഞാൻ ചോദിച്ചത്, അതിന്റെ മുന്നിൽ ഒരു ഒറ്റ അക്ഷരം ചേർത്താ മതി. ശിക്ഷണം. ഈ ശിക്ഷണം കൊടുക്കുന്നത് അതുണ്ടാകുമ്പോഴാണ്. ശിക്ഷണം കൊടുക്കുന്നത് അതുണ്ടാകുമ്പോഴാണ് ഈ സാധനം. ആർക്കും ഇഷ്ടമില്ലാത്ത ക്ഷണം. അപ്പൊ ആൻസറില് ടീച്ചർ അറിയത്തില്ല. ടൈം ഔട്ടായി. മോക്ഷണം. ഷെർല ടീച്ചറിന് നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ ഇന്നത്തെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷെർലി ടീച്ചറെയാണ്. അപ്പൊ നമുക്ക് ഷെർലി ടീച്ചർക്ക് സമ്മാനം കൊടുക്കാം. ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല രീതിക്ക് സഹകരിക്കുന്ന അധ്യാപകരും കുട്ടികളെയും സത്യമായിട്ടും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതിനൊത്ത ഒരു പ്രിൻസിപ്പാൾ ടീച്ചറും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി.